എന്നെ പാറൂന്ന് വിളിക്കാൻ മാത്രമുള്ള അടുപ്പം നമ്മൾ തമ്മിലുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ വിളിക്കാനാണ് എനിക്കിഷ്ടം. അതിനുവേണ്ടി പാറുവിനോട് കൂടുതൽ അടുക്കാനും ഞാൻ തയ്യാറാ. എങ്ങനെയാ കൂടുതൽ അടുക്കേണ്ടെന്ന് പാറു പറഞ്ഞാൽ മതി. ഈ ബുദ്ധൂസ് അങ്ങനെ പറഞ്ഞെന്ന് കരുതി പ്രിയഞ്ചേട്ടൻ അതൊന്നും കാര്യാക്കണ്ട. ഇപ്പൊ തന്നെ പാറു എന്ന് വിളിക്കാൻ മാത്രമുള്ള അടുപ്പൊക്കെ നമ്മൾ തമ്മിലുണ്ട്. നമ്മൾ തമ്മില് അടുപ്പമുണ്ടല്ലേ? ഇല്ലേ? ഉണ്ട് ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ പാറുവിനെ ഫോൺ ചെയ്യുന്നതും പാറു ഒരു മടിയും കൂടാതെ എന്നോട് സംസാരിക്കുന്നതൊക്കെ. അത് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. പ്രിയഞ്ചേട്ടൻ എന്തിനാ വിളിച്ചത്? അത് ഞാൻ പാറുവിനെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായത്, എന്റെയും പാറുവിന്റെയും മനസ്സ് ഒരുപോലെയാണെന്ന്. എന്റെയും പ്രിയഞ്ചേട്ടന്റെയും മനസ്സ് ഒരുപോലെയാണെന്നോ? ആരെങ്കിലും സങ്കടപ്പെടുന്ന കണ്ട എനിക്ക് വിഷമാവും. അയാളുടെ ആ സങ്കടം തീർത്തു കൊടുത്താലേ പിന്നെ സമാധാനം കിട്ടുള്ളൂ. പാറുവിന്റെ സ്വഭാവം അങ്ങനെ തന്നെയല്ലേ? ജെന്നിഫറിന്റെ സങ്കടം തീർത്തു കൊടുക്കാൻ എത്ര വലിയ റിസ്കാ പാറു ഏറ്റെടുത്തത്. അത് എന്റെ മിടുക്കൊന്നുമല്ല. എനിക്കൊരു അപകടവും പറ്റില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ശിവനും ശിവന്റെ ഗുണ്ടകളും എന്നെ ഉപദ്രവിക്കാൻ നോക്കിയാല് രക്ഷിക്കാൻ എന്റെ ഗന്ധർവൻ വരില്ലേ? എന്റെ ഗന്ധർവനുള്ളപ്പോ ഞാനെന്തിനാ പേടിക്കുന്നേ?